3-4 മാസമായിട്ടുള്ള ഇവരുടെ ഒരു ചിത്ര പ്രദർശനമാണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പം അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടവകാരിയായ ഫാദർ ഡാവിൻ അച്ഛനെ സ്നേഹപൂർവ്വം ഇപ്പോൾ ഫുട്ബോൾ നമുക്ക് ലഹരിയാണ്, ക്രിക്കറ്റ് ലഹരിയാണ്, ആർട്ടും നമുക്ക് ലഹരിയായി മാറണം. അതുവഴി നമ്മുടെ സ്വഭാവം തന്നെ നല്ലൊരു സ്വഭാവം നമുക്ക് എന്ത് ചെയ്യും രൂപീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു നല്ലൊരു തീമാണ് കടലും അതുമായുള്ള ജീവിതം, അതിന് ജീവികൾ നമ്മുടെയാണത്. കടൽ ആരുടെയാണ്? നമ്മുടെ സ്വന്തമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ സ്വന്തമായ കടലിൽ ഒരുപാട് നിധികളുണ്ട്, നിഗൂഢതകളുണ്ട്. അവയെ ആർട്ടിസ്റ്റ് വഴിയായിട്ടും അല്ലെങ്കിൽ ഗവേഷക വഴിയായിട്ടും അതുപോലെ തന്നെ സ്ക്യൂബ ഡൈവ് വഴിയായിട്ടും തിരിച്ചറിഞ്ഞ് നമ്മുടെ കലയെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകപ്പെട്ട ദൈവത്തിൻ്റെ ദാനമായ ഈ കടലിനെയും അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരെയും നമ്മൾ എന്ത് ചെയ്യണം? പുറലോകം അറിയിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്, ഒരു നിലനിൽപ്പ് കൂടിയാണ്. கடல் கடல் தாயே கோடி முறை உன்னை கண்டாலும் கண்கொண்டாமல் பார்க்க வைக்கும் அழகே உன் அழகு. നീലവാനിൻ വണ്ണത്തെ നീ കൊണ്ടാലും അത് ഉന്നതാക്കി കൊണ്ടായി സുവയ്ക്ക മുടിയാത്ത നീരായി இருந்தாலும் எங்களுக்கு தேவை. என்னை சுற்றி எளியாக நீ இருப்பதால் உன்னை மாசு அடையாமல் காப்பது என் பொறுப்பு. நன்றி. ഇന്ന് ഞാൻ സുസ്ഥിര മത്സ്യബന്ധനം എന്ന പ്രധാന വിഷയത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. സമുദ്രത്തെ ആശ്രയിച്ചാണ് കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ഇന്ന് കടലിലെ മത്സ്യസമ്പത്ത് കുറയുന്നത് ഒരു വലിയ ആശങ്കയാണ്. അതിയായ മത്സ്യബന്ധനം, കുഞ്ഞു മീനുകളെ പിടിക്കൽ, പ്ലാസ്റ്റിക് മലിനീകരണം, നശീകരമായ വലകൾ ഉപയോഗിക്കൽ തുടങ്ങിയവയാണ് ഇതിന് കാരണം. ഇത്തരം പ്രശ്നങ്ങളെ മറികടക്കാനുള്ള മാർഗമാണ് സുസ്ഥിര മത്സ്യബന്ധനം. അതായത് ഇന്ന് നാം സമുദ്രത്തിൻ്റെ വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഭാവി തലമുറയുടെ ആവശ്യങ്ങളും മനസ്സിൽ വയ്ക്കുക എന്നതാണ്. ഇതിന് ചില ലളിതമായ നടപടികൾ സഹായകരമാണ്. കുഞ്ഞു മീനുകളെ പിടിക്കാതിരിക്കുക, നിരോധന കാലം പാലിക്കുക, പ്രകൃതിക്ക് ഹാനികരമായ വലകൾ ഉപയോഗിക്കരുത്, കടലിൽ പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കുക. സുസ്ഥിര മത്സ്യബന്ധനം നടപ്പിലാക്കിയാൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം സ്ഥിരതയോടെ മുന്നോട്ടു പോകും. നമ്മുടെ സമുദ്രത്തെ ഭാവി തലമുറയ്ക്കായി നമുക്ക് കരുതാം. നന്ദി. ഉപ്പുകാറ്റിൽ മീന് മണക്കും, നടുക്കടലിൽ കൊണ്ട കാറ്റ് കൊണ്ട് ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകുമോ? കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ? മനം തന്നെ ഉനം വല വാറ്റിയവനോ അവൻ തന്നെ വന. ഇനി നായകനോ ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കട്ടുമരക്കാരനോ പെരുങ്കടൽക്കാരനോ? ഇനി വലയിൽ കുടുങ്ങുന്നത് മീനാണോ അതോ ഞാനാണോ? കടൽ മീനാണോ? നാളെ കര പോയി ചേരുന്നത് നീയാണോ അതോ ഞാനാണോ? നീയാണോ ഞാനാണോ ആരാണോ?